നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നൈജീരിയയിലെത്തിയിരുന്നു. 17 വർഷത്തിനിടെ പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് മോദി. തലസ്ഥാനമായ അബൂജയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹവും നൈജീരിയൻ നേതൃത്വവും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ അതിവിശിഷ്ടമായ സമ്മാനമാണ് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന് പ്രധാനമന്ത്രി നൽകിയത്. കരകൗശല വൈദഗ്ധ്യം വെളിവാക്കുന്ന മനോഹരമായ ഒരു സിലോഫർ പഞ്ചാമൃത കലശമാണ് മോദി സമ്മാനിച്ചത്. മഹാരാഷ്ട്രയിലുള്ള കോലാപൂരിന്റെ പരമ്പരാഗത കരകൗശല മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പഞ്ചാമൃത കലശം. ഉയർന്ന ഗുണമേന്മയുള്ള വെള്ളിയിൽ നിന്നാണ് കലശം നിർമ്മിച്ചിരിക്കുന്നത്. സങ്കീർണമായ കൊത്തുപണികളും പുഷ്പ പാറ്റേണുകളും ദേവതകളുടെ ചിത്രീകരണങ്ങളും ഇതിന്റെ പ്രതലത്തിലുണ്ട്. കോലാപൂർ മേഖലയിൽ ഇത്തരം അലങ്കാര നിർമ്മിതികൾ ഏർപ്പെട്ടിരിക്കുന്ന ലോഹപ്പണിക്കാരുണ്ട്. മതപരമായ ചടങ്ങുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതിനാൽ കലശത്തിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. കൂടാതെ പാൽ, തൈര്, നെയ്, തേൻ, പഞ്ചസാര എന്നിവയുടെ പവിത്ര മിശ്രിതമായ പഞ്ചാമൃതം ഇതിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലശത്തിന് സാംസ്കാരികവും നയതന്ത്രപരവുമായ മൂല്യമുണ്ട്. ഇത് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. ഇന്ത്യയുടെ വിലപ്പെട്ട സമ്മാനത്തിന് നൈജീരിയൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നൈജീരിയ ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ നൽകിയാണ് ആദരം. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ് പുരസ്കാരം സമ്മാനിച്ചത്. മോദിക്ക് ലഭിക്കുന്ന 17ാമത്തെ രാജ്യാന്തര പുരസ്കാരമാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ട്രാൻസ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരത്തിന് അർഹനാകുന്ന വിദേശിയാണ് നരേന്ദ്രമോദി. 1969 നൈജീരിയൻ ഭരണകൂടം പുരസ്കാരം നൽകി എലിസബത്ത് രാജ്ഞിയെ ആദരിച്ചത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് പുരസ്കാരം സമ്മാനിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ പുരസ്കാരം ലഭിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന് നൈജീരിയൻ സർക്കാരിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. 140 കോടി ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിനും പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് മോദി പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ നൈജീരിയൻ സന്ദർശനം. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് സന്ദർശനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.